എമ്പുരാന് മുൻപ് ലൂസിഫറിന്റെ കഥ ചുരുക്കി പറയുക എന്ന ശ്രമകരമായ ടാസ്ക്കാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ചുരുങ്ങിയ സമയത്തിൽ ചെയ്യണമെന്ന് കരുതിയ റീക്യാപ്പ് വീഡിയോ വിചാരിച്ചതിലും നീണ്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കുക. ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഫണ്ടിങ്ങിന്റെ പേരിൽ വരുന്ന കണക്കറ്റ സമ്പത്തിന്റെ സ്രോതസ്സുകളെപ്പറ്റി ഗോവർദ്ധന്റെ ശബ്ദത്തിൽ ഒരു നരേഷനോടുകൂടി ലൂസിഫർ തുടങ്ങുന്നു. ഫ്രാൻസിലെ ഇന്റർപോൾ ഒരു ഓഫീസർ തന്റെ കമ്പ്യൂട്ടറിൽ ഖുറേഷി അബ്രാമിനെ പറ്റിയുള്ള ന്യൂസ് പേപ്പർ കട്ടിങ്ങുകളും ഒരു CCTV വിഷ്വലും നോക്കിയ ശേഷം മിഷേൽ എന്ന ഓഫീസറോട് സെക്യൂർ ലൈനിൽ എന്തോ മിഷൻ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നു. ഖുറേഷി അബ്രാം മിഷൻ. രാജാവിന് നേരെ നീ വാളോങ്ങിയാൽ അയാളെ നീ കൊന്നിരിക്കണം എന്ന കോട്ട് കാണിച്ച ശേഷം നേരെ കേരളത്തിലേക്ക്. ഇങ്ങ് കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ, ഇന്ത്യൻ യൂണിയൻ ഫ്രണ്ട് IUFന്റെ മുഖ്യമന്ത്രി PK രാംദാസ് മരണപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് മേടയിൽ രാജന്റെ ആശുപത്രിയിൽ വെച്ചാണ് മരണം സ്ഥിരീകരിക്കുന്നത്. PKR മരിച്ചതല്ല, കൊന്നതാണെന്നും പറഞ്ഞ് പുറത്ത് പ്രതിഷേധവും കോലം കത്തിക്കലും നടക്കുന്നു. പ്രതിഷേധം ഓർഗനൈസ് ചെയ്തത് IUFലെ രണ്ടാമൻ മഹേഷ വർമ്മ സാർ. കോർഡിനേറ്റ് ചെയ്യുന്നത് വർമ്മയുടെ വലം കൈ മുരുകൻ. ഇതേ വർമ്മ സാറിന്റെ നിർദ്ദേശപ്രകാരം കമ്മീഷണർ മയിൽ വാഹനം സ്ഥലത്തൊരു ലാത്തി ചാർജ് നടത്തുന്നു. ഇതേ സമയം സത്യാന്വേഷി ഗോവർദ്ധൻ ഫേസ്ബുക്ക് ലൈവ് വരുന്നു. പാവങ്ങളുടെ പടത്തലവനെന്ന് ചത്തുപോയ കിഴവനെ വാഴ്ത്തുന്ന മുന്നേ ഒന്നറിയണം, ഇന്ത്യൻ രാഷ്ട്രീയത്തെ താങ്ങി നിർത്തുന്ന സാമ്പത്തിക അധോലോകത്തിന്റെ കയ്യിലെ കളിപ്പാവ മാത്രമായിരുന്നു അവസാന കാലഘട്ടങ്ങളിൽ PKR എന്ന വെളിപ്പെടുത്തൽ നടത്തുന്നു. കൂടാതെ PKR എന്ന വൻമരം വീണ സ്ഥിതിക്ക് PKRന് പകരം ആര് എന്നതിന് 5 പേരുകൾ മുന്നോട്ട് വയ്ക്കുന്നു. 1. PKRന്റെ മൂത്ത മകൾ പ്രിയദർശിനി രാംദാസ്. 2. പ്രിയദർശിനിയുടെ രണ്ടാം ഭർത്താവ് ബോബി എന്ന ബിമൽ നായർ. 3. PKRന്റെ NRI പുത്രൻ ജതിൻ രാംദാസ്. 4. IUFലെ രണ്ടാമൻ, പാർട്ടികൾക്കിടയിലെ പാലം മഹേഷ വർമ്മ. 5. സ്റ്റീഫൻ നെടുമ്പള്ളി. പ്രിയദർശിനിയുടെ ഒന്നാം ഭർത്താവ് 7 വർഷം മുമ്പേ ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. മകൾ ജാൻവി. അമ്മയും മോളും വഴക്കാണ്, തമ്മിൽ സംസാരിക്കാറില്ല. ചെറിയ ഡ്രഗ് അഡിക്റ്റ് ആണ് ജാൻവി. ബോബി കുടുംബത്തിലേക്ക് വന്ന ശേഷമാണ് PKR അഴിമതിക്കാരനാകുന്നത്. ഹവാല, റിയൽ എസ്റ്റേറ്റ് ഒക്കെയാണ് പുറത്തറിയുന്ന ബോബിയുടെ ബിസിനസ്സുകൾ. ജാൻവിയുടെ ഡ്രഗ് ഇഷ്യൂസ് ബോബിക്കറിയാം. അതിന്റെ മറവിൽ അവളെ ഫിസിക്കലി അബ്യൂസ് ചെയ്യാനും ബോബി ശ്രമിക്കാറുണ്ട്. ജതിൻ രാംദാസ് NRI, കേരളത്തിൽ അത്ര പരിചിതനല്ല. PKRന്റെ മരണസമയം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഏതോ ക്യാമ്പിംഗ് ട്രിപ്പിലായിരുന്നു കക്ഷി. സ്റ്റീഫൻ നെടുമ്പള്ളി ആരാണെന്നോ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ ആർക്കും അറിയില്ല. 6 വർഷമേ ആവുന്നുള്ളൂ സ്റ്റീഫന്റെ പേര് കേരള രാഷ്ട്രീയത്തിൽ കേട്ടു തുടങ്ങിയിട്ട്. PKR 35 കൊല്ലം സ്വന്തമാക്കി വെച്ച നെടുമ്പള്ളി മണ്ഡലം സ്റ്റീഫന് വേണ്ടി ഒഴിഞ്ഞുകൊടുത്ത് ക്രൗൺ പ്രിൻസായി കെട്ടിയിറക്കിയതാണ്. ചില്ലറ ഗോൾഡ് സ്മഗ്ലിങ്ങും മിഡിൽ ഈസ്റ്റിലെ പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ കോൺട്രാക്ടറുമൊക്കെയാണ് സ്റ്റീഫൻ എന്ന് ഗോവർദ്ധൻ റിസർച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട്. വേറെ എന്തൊക്കെയോ കൂടെ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ അതിന് തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറും ഊഹങ്ങൾ മാത്രമാണ്. പ്രിയദർശിനിക്ക് സ്റ്റീഫനോട് അടങ്ങാത്ത ദേഷ്യമാണ്, പകയാണ്. PKRനെ പ്രിയയുടെ അമ്മയ്ക്ക് സംശയമായിരുന്നു. അനാഥനായ സ്റ്റീഫനെ PKR വീട്ടിലേക്ക് കൊണ്ടുവന്ന് വളർത്തിയത് അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. അമ്മയ്ക്ക് അസുഖം വരാനും പിന്നീട് മരിക്കാനും കാരണക്കാരൻ സ്റ്റീഫനാണെന്ന് പ്രിയ കരുതുന്നു. പ്രിയയുടെ വാശി കൊണ്ടാണ് പിന്നീട് PKR സ്റ്റീഫനെ വീട്ടിൽ നിന്നും എങ്ങോട്ടോ മാറ്റിയത്. ഇത്രയൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. ഇനി കഥയിലേക്ക് വരാം. PKRന്റെ മരണം സംഭവിച്ചപ്പോൾ ബോബി ബോംബെ നഗരത്തിന്റെ ഹൃദയത്തിലുള്ള ചേരിക്കുള്ളിലെ ഒരു രഹസ്യ സങ്കേതത്തിൽ അബ്ദുൾ ഭായുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. PKRനെ കൊന്നത് താനാണ് എന്ന് ബോബി വെളിപ്പെടുത്തുന്നു. 1 മാസം മുമ്പ് ബോബിയുടെ ഡ്രഗ് ഡീൽസ് PKR തൂക്കിയിരുന്നു. പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാതിരിക്കാനാണ് കൊന്നത്. എന്നാൽ ഡെത്ത് റിപ്പോർട്ടിൽ ഹൃദയാഘാതം കൊണ്ടുണ്ടായ സ്വാഭാവിക മരണം എന്നേ ഉള്ളൂ. ഇത് ബോബി അറിയിക്കുന്നത് IUFന്റെ പാർട്ടി ചാനൽ NPTVയുടെ CEO സഞ്ജീവാണ്. ഈ അബ്ദുൾ ഡ്രഗ് ലോഡ് ഫയദോറിന്റെ ആളാണ്. ബോബിയും അബ്ദുളും തമ്മിൽ IUF പാർട്ടി ഫണ്ടിങ്ങിനെ പറ്റി ചർച്ച ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ഫണ്ടർ മണപ്പാട്ടിൽ ചാണ്ടി തരുന്നതിന്റെ 3 ഇരട്ടി എന്നതാണ് ആവശ്യം. പ്രത്യുപകാരമായി കേരളത്തിലൊരു വർക്കിംഗ് സ്പേസ്, Z കാറ്റഗറി ഡ്രഗ്സ് അൺചെക്ഡായി ലാൻഡ് ചെയ്യിക്കുന്നതിനുള്ള സൗകര്യം. കൂടാതെ കേരളത്തിലൊരു പ്രൊഡക്ഷൻ പ്ലാന്റ്, അതും PKR 8 കൊല്ലം മുമ്പേ ആന്റി ഡീഫോറസ്റ്റേഷൻ ഡ്രൈവ് എന്ന് പറഞ്ഞ് പൂട്ടിച്ച നെടുമ്പള്ളി ടിംബർ ഫാക്ടറിയിൽ 250 കോടി പെർ മന്ത് ഇൻ ക്യാഷ് ഫയദോറുമായി ബോബി ഡീൽ ഉറപ്പിക്കുന്നു. നാട്ടിൽ PKRന്റെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. അച്ഛനെ കാണാൻ സ്റ്റീഫൻ വരരുത് എന്ന പ്രിയദർശിനിയുടെ ആജ്ഞ നടപ്പിലാക്കാൻ മയിൽവാഹനം വഴി വർമ്മ സാർ ശ്രമിക്കുന്നു. നെടുമ്പള്ളി അച്ഛന്റെ ഉപദേശം സ്വീകരിച്ച് PKRനെ അവസാനമായി കാണാൻ സ്റ്റീഫനും ഒരു വണ്ടിക്കാളുമായി പുറപ്പെടുന്നു. എതിർപ്പുകൾ മറികടന്ന് സ്റ്റീഫൻ PKRനെ അവസാനമായി കാണുന്നു. പ്രിയദർശിനി PKRന്റെ ചിതയ്ക്ക് തീ വയ്ക്കുന്നു. ചടങ്ങുകൾ കഴിഞ്ഞിട്ടാണ് ബോബി ബോംബെയിൽ നിന്നെത്തിയത്. ബോബിയുടെയും പ്രിയയുടെയും നേതൃത്വത്തിൽ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ അന്ന് രാത്രി IUFന്റെ അടിയന്തര യോഗം ചേരുകയാണ്. വർമ്മ സാർ തയ്യാറാക്കിയ മന്ത്രിസഭ പുനഃസംഘടനാ ലിസ്റ്റ് കീറിക്കളഞ്ഞ ശേഷം മന്ത്രിസഭ പിരിച്ചുവിട്ട് ഗവർണറെ കണ്ട് ഇലക്ഷനെ നേരിടാനാണ് തന്റെ തീരുമാനം എന്ന് ബോബി അറിയിക്കുന്നു. PKRന്റെ മരണമുണ്ടാക്കിയ സിമ്പതി വേവ് ക്യാഷൻ ചെയ്ത് അടുത്ത 5 കൊല്ലം ഭരിക്കണം, എന്നാലേ ഫണ്ടിംഗ് വരൂ. IUF ഒറ്റയ്ക്ക് കക്ഷികളില്ലാതെ മത്സരിക്കും. പാർട്ടിയുടെ മുഖമായി ജതിൻ രാംദാസ് വരും. കൂടെ നിൽക്കുന്നവർക്ക് ഇപ്പോൾ കിട്ടുന്നതിന്റെ 3 മടങ്ങ് പണം. ധനകാര്യമന്ത്രി PS പീതാംബരൻ വിയോജിപ്പ് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോകുന്നു. പുതിയ ലിസ്റ്റ് ഉണ്ടാക്കാൻ ബോബി വർമ്മ സാറിനെ ചുമതലപ്പെടുത്തുന്നു. സ്റ്റീഫനെ എങ്ങനെ ഒഴിവാക്കാം എന്നതാണ് അടുത്ത പ്രശ്നം. ബോബി നേരിട്ട് സംസാരിക്കണം എന്ന വർമ്മ സാറിന്റെ ഉപദേശപ്രകാരം PKRന്റെ ഓഫീസിൽ വെച്ച് ആ കൂടിക്കാഴ്ച നടക്കുന്നു. പുതിയ ഫാർമസ്യൂട്ടിക്കൽ ഫണ്ടറെ പറ്റി വർമ്മ സാർ തഞ്ചത്തിൽ സ്റ്റീഫന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ അത് ഡ്രഗ് മണിയാണെന്ന് ഉടനെ തിരിച്ചറിഞ്ഞ സ്റ്റീഫൻ എന്ന് പറയുന്നു. സ്റ്റീഫന്റെ പഴയ കള്ളക്കടത്ത് ചരിത്രം ബോബിയും പറയുന്നു. രണ്ടുപേരും തമ്മിൽ അവിടെ വാക്കേറ്റമുണ്ടാകുന്നു. ഒടുവിൽ ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് സ്റ്റീഫൻ ഇറങ്ങിപ്പോകുന്നിടത്ത് ആ ചർച്ച അലസിപ്പോകുന്നു. സ്റ്റീഫനെ പൂട്ടാൻ അടുത്ത വഴികൾ തേടുകയാണ് ബോബി. NPTV CEO സഞ്ജീവനോട് സ്റ്റീഫനെതിരെ ഒരു സ്മിയർ ക്യാമ്പയിൻ റൺ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഗോവർദ്ധന്റെ പഴയ FB ലൈവ് ലീഡായി പെർസ്യൂ ചെയ്യുകയാണ് NPTV റിപ്പോർട്ടർ റിജു. സ്റ്റീഫൻ ആരാണെന്ന് ഗോവർദ്ധൻ അറിയാം. അവിടെയും സ്റ്റീഫനെ പറ്റി സൂചനകളേ ഉള്ളൂ, തെളിവുകളൊന്നുമില്ല. ഖുറേഷി അബ്രാം ഗ്യാങ് ആണ് മണപ്പാട്ടിലിനെയും
ഇൻഫാക്ട് അതുവഴി IUF-നെയും ഫണ്ട് ചെയ്യുന്നത് എന്നൊരു നിഗമനമുണ്ട്. പക്ഷേ തെളിവുകളില്ല. ആകെ തെളിവുകൾ ഉള്ളതാവട്ടെ ബോബിക്കെതിരെയാണ്. ഗുരുതര ആരോപണങ്ങൾ വിത്ത് ഇൻകമിനേറ്റിംഗ് എവിഡൻസ്. ഗോവർദ്ധൻ അവയെല്ലാം ഓൺ ക്യാമറ വെളിപ്പെടുത്തുന്നു. കൂടാതെ ഗോവർദ്ധൻസ് എക്സ് ഫയൽസ് എന്ന ഹാർഡ് കോപ്പി എവിഡൻസ് റിജുവിനെ ഏൽപ്പിക്കുന്നു. ഗോവർദ്ധൻസ് എക്സ് ഫയൽ റിജു നേരെ സഞ്ജീവിനെ ഏൽപ്പിക്കുകയാണ്. റിജുവിനെ ഒഴിവാക്കിയ ശേഷം സഞ്ജീവ് ഈ വിവരം ബോബിയെ വിളിച്ചറിയിക്കുന്നു. ഇതേസമയം മുരുകനും ഗ്യാങ്ങും ഗോവർദ്ധനെ തൂക്കി രഹസ്യമായ ഒരു സങ്കേതത്തിൽ തടവിലാക്കുന്നു, വിത്ത് ഗോവർദ്ധന്റെ പഴയ മുറിയിലുള്ള എല്ലാ സൗകര്യങ്ങളും. അബ്ദുൾ ഡ്രഗ് മാനുഫാക്ചറിംഗിനായിട്ടുള്ള എക്യുപ്മെന്റ്സും കെമിക്കൽസും പഴയ ടിംബർ ഫാക്ടറിയിൽ ഇറക്കാൻ ആളെ വിടുന്നു. ഇത് സഹായിയായ തമിഴൻ വഴി അറിയുന്ന സ്റ്റീഫൻ അവിടെ ചെന്ന് 6 വെടി, ബാക്കിയുള്ളവരെ ഒറ്റയ്ക്ക് അടിച്ചിടുന്നു. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ എന്ന് ആദ്യമായി വെളിപ്പെടുന്നത് ഇവിടെയാണ്. കൂടാതെ സ്റ്റീഫന്റെ നിഴൽ പോലെ നടന്ന അലോഷി ബോബിയുടെയും വർമ്മ സാറിന്റെയും ചാരനാണ്, ഏജന്റാണെന്നും മനസ്സിലാകുന്നു. ഈ കൊലപാതക കേസ് വെച്ച് സ്റ്റീഫനെ പൂട്ടാം എന്ന വിശ്വാസത്തിൽ ബോബി മയിൽ വാഹനത്തെ വിട്ട് ഫാക്ടറി പരിസരം സെർച്ച് ചെയ്യിക്കുന്നു. പക്ഷേ നോ ഡെഡ് ബോഡി, നോ ബുള്ളറ്റ്സ്, നത്തിങ്. ക്ലീനപ്പ് ജോബ് ചെയ്തത് തമിഴന്മാരുടെ ഗ്യാങ് ആണെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. അടുത്തതായി സ്റ്റീഫനെ പൂട്ടാൻ ബോബി ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ്. അപർണ എന്നൊരു സ്ത്രീയും അവരുടെ കുഞ്ഞും സ്റ്റീഫന്റെ ആശ്രയ എന്ന ട്രസ്റ്റിൽ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അലോഷിയാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ. സ്റ്റീഫനെ അപകീർത്തിപ്പെടുത്താൻ സ്റ്റീഫനാണ് കുഞ്ഞിന്റെ അച്ഛനെന്നും ആശ്രയയുടെ മറവിൽ സ്റ്റീഫൻ അനവധി പീഡനങ്ങൾ നടത്തുന്നുണ്ടെന്നും അലോഷിയുടെ നിർബന്ധത്തിന് വഴങ്ങി അപർണ NPTVയിൽ ലൈവായി വെളിപ്പെടുത്തുന്നു. ജനം സ്റ്റീഫന് നേരെ തിരിയുന്നു. മയിൽവാഹനം സ്റ്റീഫനെ പോക്സോ അടക്കമുള്ള കേസുകളിട്ട് ആശ്രയയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. അവിടെ വെച്ച് സ്റ്റീഫനും മയിൽവാഹനവും ഒന്ന് കൊമ്പ് കോർക്കുന്നുണ്ട്. സ്റ്റീഫൻ ജയിലിലാകുന്നു. ജയിലർ സ്റ്റീഫൻ ഒരു ഫോൺ എത്തിച്ചു കൊടുക്കുന്നു. സെയ്ദ് മസൂദ്, ഞാൻ രക്ഷിക്കാം എന്ന് വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിലും സ്റ്റീഫൻ നിരസിക്കുന്നു. ദൈവപുത്രൻ വരട്ടെ എന്നാണ് അയാൾ പറയുന്നത്. ദൈവപുത്രൻ വരുന്നു. ഇന്റർവെൽ. കേരളം യുവരാജാവിനെ വരവേൽക്കുന്നു. ചേച്ചി നിർബന്ധിച്ചിട്ടാണ് വന്നത്. PKR-നോടോ IUF-നോടോ തനിക്ക് യാതൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ല എന്ന് ജതിൻ പറയുന്നുണ്ട്. ബോബി ഏർപ്പാടാക്കിയ ഗ്രൂമിംഗ് ആൻഡ് മേക്ക് ഓവർ ടീമിന്റെ കരവിരുതിന് ശേഷം ജതിൻ തന്റെ ആദ്യ പബ്ലിക് അപ്പിയറൻസ് നടത്തുന്നു. ആദ്യ പ്രസംഗത്തിൽ തന്നെ ജനത്തെ അയാൾ കൈയടിപ്പിക്കുന്നു. ഫയദോർ കേരളത്തിലേക്ക് റോഡ് മാർഗവും കടൽ മാർഗവും അയച്ച 1000 കോടിയുടെ കൺസൈൻമെന്റ് സെയ്ദ് മസൂദ് ഗ്യാങ് അറ്റാക്ക് ചെയ്ത് തകർക്കുന്നു. 7 ദിവസത്തിനകം സ്റ്റീഫനെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യണമെന്ന ഡിമാൻഡും സെയ്ദ് ഗ്യാങ് അബ്ദുളിന് മുമ്പിൽ വെക്കുന്നു. അബ്ദുൾ വിവരം ബോബിയെ അറിയിക്കുന്നു. ബോബി സ്റ്റീഫനെ വിടാൻ വേണ്ട ഏർപ്പാട് ചെയ്യാൻ വർമ്മയെ ചുമതലപ്പെടുത്തുന്നു. ആദ്യം വർമ്മ വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ബോബിയുടെ ഭീഷണിക്ക് വഴങ്ങുന്നു. വർമ്മ മേടയിൽ രാജൻ വഴി സ്റ്റീഫനെ ജയിലിൽ വെച്ച് തീർക്കാൻ ഭദ്രനെ വെച്ചൊരു വിഫല ശ്രമം നടത്തുന്നു. ശേഷം ജയിലിൽ വെച്ച് സ്റ്റീഫനുമായി വർമ്മ സാർ ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ്. ബോബിയെ പറ്റി സ്റ്റീഫനോട് കുറ്റം പറയുകയും ബോബിയെ ചതിച്ചില്ലാതാക്കാം എന്നൊരു ഐഡിയ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. തന്റെ തന്തയല്ല എന്റെ തന്ത എന്ന് പറഞ്ഞ് മഹേഷ വർമ്മയെ സ്റ്റീഫൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മംഗലശ്ശേരി നീലകണ്ഠൻ തൊട്ട് പുഷ്പരാജ് വരെ നേരിട്ട് അതേ അസ്തിത്വ പ്രശ്നം ചൂഷണം ചെയ്ത് തിരിച്ചടിക്കും. പോ എന്ന് പറഞ്ഞ് സ്റ്റീഫൻ വലിയും. പുറത്ത് ഹോസ്റ്റൽ റൂമിലിരുന്ന് അടിച്ച് ബോധം പോയ ജാൻവിയെ വാർഡൻ ഹോസ്പിറ്റലിലാക്കുന്നു. ഇതറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വന്ന പ്രിയദർശിനിയുടെ മുന്നിൽ ജാൻവി മനസ്സ് തുറക്കുന്നു. ബോബിയുടെ അടുത്ത് നിന്ന് നേരിട്ട സെക്ഷൽ അബ്യൂസിനെ പറ്റി അടക്കം വെളിപ്പെടുത്തുന്നു. ആദ്യം വിശ്വസിക്കുന്നില്ലെങ്കിലും പിന്നീട് ജാൻവി പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കുന്ന പ്രിയദർശിനി ബോബിയെ കൺഫ്രണ്ട് ചെയ്യുകയാണ്. ബോബിയുടെ തനി സ്വരൂപം അവിടെ വെച്ച് പ്രിയ മനസ്സിലാക്കുന്നു. മാത്രമല്ല അധികം കളിച്ചാൽ പണ്ട് ആദ്യ ഭർത്താവിനെയും പിന്നെ അച്ഛൻ PKR-നെയും ഒഴിവാക്കിയ പോലെ നിന്നെയും മകളെയും ഒഴിവാക്കും എന്ന ഭീഷണി ബോബി നടത്തുകയാണ്. ഓൾസോ സ്റ്റീഫൻ അല്ല കുഞ്ഞിന്റെ അച്ഛനെന്നും സ്റ്റീഫനെതിരെ പീഡനാരോപണം ആരോ നിർബന്ധിച്ചിട്ടാണ് നടത്തിയതെന്നും അലോഷിയുടെ നിർദ്ദേശപ്രകാരം അപർണ വീണ്ടും NPTVയിൽ വന്ന് വെളിപ്പെടുത്തുന്നു. സ്റ്റീഫൻ പുറത്തിറങ്ങുകയും എന്നാൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. സ്റ്റീഫന്റെ മണ്ഡലത്തിൽ സ്റ്റീഫന് പകരം അലോഷി സ്ഥാനാർത്ഥിയാകും. അവസാന അഭയമായി പണ്ടച്ഛൻ PKR പറഞ്ഞത് പ്രകാരം പ്രിയദർശിനി സ്റ്റീഫനെ വിളിക്കുകയാണ്. ഒന്ന് കാണണം എന്നറിയിക്കുന്നു. അമ്മയുടെ കല്ലറയെ സാക്ഷിയാക്കി ആ പഴയ പൊളിഞ്ഞ പള്ളിയിൽ വെച്ച് പ്രിയ സ്റ്റീഫനോട് തന്റെ വിഷമങ്ങൾ പറയുന്നു. പ്രശ്നങ്ങളെല്ലാം തീർപ്പാക്കാൻ ഫാദറിനോട് അവസാനമായി യാത്ര പറഞ്ഞ് സ്റ്റീഫൻ ഇറങ്ങുന്നു. 15-ാം വയസ്സിൽ കാണാതായ ശേഷം 26 വർഷം എവിടെയായിരുന്നു നീ എന്നൊരു സംശയം ഫാദർ സ്റ്റീഫനോടും PKR തന്റെ അച്ഛനാണോ എന്ന മറുചോദ്യം സ്റ്റീഫൻ ഫാദറോടും ചോദിക്കുന്നുണ്ടെങ്കിലും രണ്ടിനും പ്രോപ്പറായ ഒരു ഉത്തരമില്ല. ജാൻവിയുടെ കേസ് മറച്ചുവെക്കാൻ പ്രിയദർശിനിയോട് സെക്ഷൽ ഫേവർ ആവശ്യപ്പെട്ട മയിൽ വാഹനമെന്ന കള പറച്ച് സ്റ്റീഫൻ കളി ആരംഭിക്കുന്നു. നേരെ NPTV CEO സഞ്ജീവിന്റെയും ഭാര്യയും ചീഫ് എഡിറ്ററുമായ അരുന്ധതിയുടെയും ഫ്ളാറ്റിൽ ചെന്ന് NPTVയുടെ 45 കോടി കടം കൈയോടെ സെറ്റിൽ ചെയ്ത് NPTVയുടെ എഡിറ്റോറിയൽ പോളിസി ഇനി താൻ തീരുമാനിക്കുമെന്ന് അറിയിക്കുന്നു. പഴയ ഗോവർദ്ധൻസ് എക്സ് ഫയൽസ് NPTV വഴി സ്റ്റീഫൻ വഴി പ്രിയ വഴി ജതിനിലെത്തുന്നു. പിറ്റേ ദിവസം ജതിനും പ്രിയയും പ്രസ് കോൺഫറൻസ് വിളിച്ച് ബോബിക്കെതിരെയുള്ള തെളിവുകൾ പരസ്യപ്പെടുത്തുന്നു. ഈ സമയം ബോബി മുംബൈയിലാണ്. ജതിനെ വിളിച്ച് ബോബി ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഞാൻ കേരളത്തിലേക്ക് വന്നത് നീ വിളിച്ചിട്ടല്ല എന്റെ ഏട്ടൻ വിളിച്ചിട്ടാണ് എന്ന് ജതിൻ ബോബിയോട് തിരിച്ചടിക്കുന്നു. ഇതിനോടൊപ്പം സ്റ്റീഫന്റെ അച്ഛൻ ആരാണെന്ന് അവിടെ നിൽക്കട്ടെ, ഞാൻ സ്റ്റീഫന്റെ അനിയൻ തന്നെയാണെന്ന് മഹേഷ വർമ്മയോട് ജതിൻ പറയുന്നു. മഹേഷ വർമ്മയെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുകയും ചെയ്യുന്നു. മുംബൈയിൽ നിന്ന് രാജ്യം വിടാൻ ശ്രമിക്കുന്ന ബോബിയെ അബ്ദുൾ പൊക്കുന്നു, ബന്ദിയാക്കുന്നു. NIA അറസ്റ്റ് ചെയ്യുന്ന മുമ്പേ ബോബിയെ തൂക്കാൻ കറുപ്പണിഞ്ഞ് സ്റ്റീഫനും സെയ്ദും മുംബൈയിലെത്തുന്നു. സെയ്ദ് ഗ്രൂപ്പ് അങ്ങനെ അധോലോകത്തിന്റെ രഹസ്യ കേന്ദ്രം അറ്റാക്ക് ചെയ്യുകയാണ്. ബോബി അയാളെ കെട്ടിയ കയർ ഉരുക്കി രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നു. ഫയദോറും സ്ഥലത്തെത്തുന്നു. അതിനിടക്ക് സ്ഥലത്തെത്തിയ സ്റ്റീഫൻ ആന്റണി പെരുമ്പാവൂരിനൊരു സലാം വെക്കുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച ബോബിയെ അബ്ദുൾ തടയുന്നു. സംഘട്ടനത്തിനൊടുവിൽ അബ്ദുളിനെ തീർത്ത് പുറത്തിറങ്ങിയ ബോബി ചെന്നുപെടുന്നത് ഫയദോറിന്റെ മുന്നിൽ. സെയ്ദിന്റെ സ്നൈപ്പേഴ്സ് എന്നാൽ ഫയദോറിനെയും ടീമിനെയും നിമിഷ നേരം കൊണ്ട് വെടിവെച്ചിടുന്നു. സെയ്ദ് ബോബിയെ കെട്ടിയെടുത്ത് സ്റ്റീഫന്റെ മുമ്പിൽ എത്തിക്കുന്നു. സ്റ്റീഫൻ പ്രിയയെ വിളിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പ്രിയ
എന്ന് പറയുന്നു. പഴയ നിയമത്തിലെ എസെക്കിയേൽ 25:17 വചനം ചൊല്ലി ഞാൻ ഒരേ ഒരു രാജാവാണെന്ന് പ്രഖ്യാപിച്ച സ്റ്റീഫൻ ബോബിയെ ക്ലോസ് റേഞ്ചിൽ ഷൂട്ട് ചെയ്യുന്നു. ബിമൽ നായർ മുംബൈ അധോലോകത്തിലെ വെടിവെപ്പിൽ ദുരൂഹമായി കൊല്ലപ്പെട്ടു എന്ന് മാത്രമാണ് പുറത്തു വന്ന വാർത്ത. വാർത്ത അറിഞ്ഞ ശേഷം നാട്ടിൽ മുരുകനും അലോഷിയും തമ്മിലൊരു കൂടിക്കാഴ്ച നടക്കുന്നു. മുരുകൻ യഥാർത്ഥത്തിൽ സ്റ്റീഫന്റെ ഏജന്റാണ്. അപ്പുറത്ത് അലോഷിയാണെങ്കിൽ ഇപ്പുറത്ത് മുരുകൻ. അലോഷിക്ക് ചതിക്കുള്ള മരണശിക്ഷ സ്റ്റീഫൻ വിധിക്കുന്നു. മുരുകൻ അത് നടപ്പിലാക്കുന്നു. ഒരു മര്യാദ വേണ്ടേ? നേരത്തെ തട്ടിക്കൊണ്ടുപോയ ഗോവർദ്ധനെ മുരുകൻ ആശ്രയയിൽ എത്തിക്കുന്നു. കൂടെ സ്റ്റീഫന്റെ ഒരു കത്തും. സ്റ്റീഫനെ പറ്റി ഗോവർദ്ധൻ മനസ്സിലാക്കിയതൊക്കെ സത്യമാണ്. തിരഞ്ഞെടുത്ത വഴി തുടരുക എന്നതാണ് കത്തിന്റെ ഉള്ളടക്കം. കൂടെ ഒരു സമ്മാനവും, പണ്ട് വിട്ടിട്ടുപോയ ഭാര്യയും കുഞ്ഞും. ജതിൻ രാംദാസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇടവും വലവുമായി പ്രിയദർശിനിയും പീതാംബരനുമുണ്ട്. ഇത്രയും നാൾ ദൈവത്തിന്റെ സ്വന്തം നാടിനെ കാത്തതും ഇനി അങ്ങോട്ട് കാക്കാൻ പോകുന്നതും ദൈവമല്ല, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖയായ ലൂസിഫർ ആണ് എന്ന സ്റ്റീഫന്റെ വോയിസ് ഓവറോടുകൂടെ മെയിൻ കഥ അവസാനിക്കുന്നു. ഇനി ടെയിൽ എൻഡ്. റഷ്യയിലെ അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷൻ. പറന്നിറങ്ങുന്ന ഹെലികോപ്റ്റർ. കോപ്റ്ററിൽ നിന്നിറങ്ങിയ ആളെ സ്വീകരിക്കാൻ സെയ്ദ് വെയിറ്റ് ചെയ്യുന്നു. ഗോൾഡ് സ്മഗ്ലിംഗ് കാർട്ടലിലെ സംഘാനി സെയ്ദിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ മൈൻ ചെയ്ത് പോർബന്തറിൽ എത്തിച്ച സാധനം വിൽക്കണ്ടെന്ന് പറയാൻ നീ ആരാടാ? ഒസാമയുടെ മോനാണോ അതോ ദാവൂദോ? മറുതലക്കിലെ പേര് കേട്ട് സംഘാനി ഞെട്ടുന്നു. ഖുറേഷിയെ പറ്റിയുള്ള കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്ങുകളാണ് ഔട്ട്രോ സോങ്ങിൽ മിന്നിമായുന്നത്. നാർക്കോട്ടിക് സാമ്രാജ്യങ്ങളെ നേരിടുന്ന നെസസറി ഈവിൾ ആണത്രേ ഖുറേഷി. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും 13 ഡ്രഗ് ലോർഡ്സ് അയാൾക്കെതിരെ ടീമപ്പ് ചെയ്തിട്ടുണ്ട്. ഖുറേഷി അബ്രാമിന്റെ കഥയാണ് എമ്പുരാൻ. കാത്തിരിക്കുന്നു. മാർച്ച് 27 മുരളീഗോപിയും പൃഥ്വിരാജ് സുകുമാരനും ഒരുക്കിവെച്ച വിസ്മയ കാഴ്ചകൾക്കായി.